13 പേർ നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. വൈൽഡ് കാർഡ്സ് 4 പേരും പെട്ടിരിക്കുകയാണ്. കാരണം മഞ്ചരി ക്യാപ്റ്റനായിട്ട് മാറി. ബാക്കിയുള്ള 4 വൈൽഡ് കാർഡ്സ് റയാൻ, റാണവ്, വർഷിണി, പിന്നെ നമ്മുടെ ശിവ, ഇവർ 4 പേരും പെട്ടു. നോക്കാം നമുക്ക് എന്തായിരിക്കും ഈ ആഴ്ച നടക്കാൻ പോകുന്നതെന്ന്. പിന്നെ അരുണും മഞ്ചരിയായിട്ട് രാവിലെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. മഞ്ചരി മുത്തുവിന് ശിക്ഷ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ശിക്ഷ കൊടുക്കാൻ നീ ആരടി എന്ന് ചോദിച്ചുകൊണ്ടാണ് അരുൺ വഴക്കുണ്ടാക്കാൻ പോകുന്നത്. മുത്തുവിന്റെ പേരിലാണ് വഴക്ക് നടക്കുന്നത്. ക്യാപ്റ്റൻസി ടാസ്കിൽ മഞ്ചരി ക്യാപ്റ്റനായിട്ട് മാറുകയാണ്. ക്യാപ്റ്റൻ ആവുന്നതിന് മുന്നെയാണ് അരുണുമായിട്ട് വഴക്ക് കിടക്കുന്നത്. മഞ്ചരിക്കും വിശാലിനും കൊടുത്ത ടാസ്ക് സിമ്പിൾ ആയിരുന്നെങ്കിലും അത് ഇത്തിരി ഒരു ഇൻഡുറൻസ് ടാസ്ക് ആയിരുന്നു. പിന്നെ ഹൗസ് സ്വാപ്പിംഗ് നടന്നു. സത്യയാണ് പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് പോയത്, ആണുങ്ങളുടെ വീട്ടിലേക്ക് പോയത് ആനന്ദിയാണ്. ഷോപ്പിംഗ് ടാസ്ക്, എൻ്റെ പൊന്നെ, നിങ്ങൾ എല്ലാവരും ഇന്ന് എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിച്ചാണ് ഇത്രയും ഷോപ്പിംഗ് ടാസ്ക്, ഇത്രയും പോയിന്റ്സിന് അവർക്ക് എന്തുകൊണ്ട് ഷോപ്പിംഗ് ചെയ്യാൻ കൊടുത്തു എന്ന്. കാരണം 50th വീക്ക് വരുന്നതുകൊണ്ടാണ് അവർക്ക് ഇത്രയും പോയിന്റ്സിന് ഷോപ്പ് ചെയ്യാൻ കൊടുത്തത്. എന്നിട്ട് ഗേൾസ് കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്തിട്ട് അത് മൊത്തം നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോയി സാധനങ്ങൾ പറക്കെടുത്ത്. ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഇവർ പെറ്റി പെരുകാനാണ് ആ ബിഗ് ബോസ് വീട്ടിൽ പോയി കിടക്കുന്നത്. അതിനുവേണ്ടി ഉള്ള സാധനങ്ങൾ മൊത്തം ഒന്നെടുക്കാനുള്ളടുത്ത് 10 എണ്ണം എടുക്കും. അപ്പൊ പിന്നെ പോയിന്റുകൾ നിറഞ്ഞ് വാരുമല്ലോ. ബിഗ് ബോസ് ഇന്ന് ഇത്തിരി അയച്ചു വിട്ടു കൊടുത്തു, നിങ്ങൾ എല്ലാം എടുത്തിട്ടേ ഞാൻ ബസ്സറടിക്കുള്ളൂ. അപ്പം നിറച്ച് വാരി പറക്കി അങ്ങ് എടുത്ത്. അപ്പൊ ബിഗ് ബോസിന്റെ നല്ല പണിയും കിട്ടി. അപ്പൊ ഒന്നുമില്ല, റേഷൻ മാത്രം ബിഗ് ബോസ് അയച്ചു കൊടുക്കും. വീട് മാറിയപ്പോൾ തന്നെ റൂൾസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഗേൾസ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊള്ളാം. വർഷിണി തലപൊക്കി, അതെ, നാക്ക് വെളിയിലിട്ട് വർഷിണി. എനിക്ക് കണ്ടപ്പോൾ സന്തോഷമായി കേട്ടോ. കാരണം വർഷിണിയെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഈ വീട്ടിലുള്ളവർ ട്രോളാനും നാക്ക് കാണിക്കുകയാണെങ്കിൽ ഈ വർഷിണിക്ക് പറ്റിയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഇത്തിരി സന്തോഷം തോന്നി. വർഷിണി ഇന്ന് അരുണിനെ ടാർഗറ്റ് ചെയ്ത് വെച്ച് അരുണിന്റെ മണ്ടയ്ക്ക് കയറുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻ ഇത് കൊടുത്തത് ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ആരാണ് ക്യാപ്റ്റൻ ആവുന്നത് ആ വ്യക്തിക്ക് ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് തന്നെ. ഞാൻ അടിച്ചു നോക്കി, റോയൽ എൻഫീൽഡ് എന്ന് പേരുള്ള വേറെ എന്തെങ്കിലും ഇനി ഉണ്ടാ ബുള്ളറ്റ് അല്ലാതെ. കാരണം എനിക്ക് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റില്ലേ. ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻ ആവുന്നവർക്ക് A24 റമ്മിയുടെ റോയൽ എൻഫീൽഡ് സമ്മാനം സീസൺ കഴിഞ്ഞിട്ട്. എന്ത് ഭാഗ്യം. ക്യാപ്റ്റൻ മഞ്ചരിയുടെ സൂപ്പർ പുതിയ റൂളുകൾ കൊണ്ടുവന്നു. ശിവയ്ക്ക് ദീപക്കുമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ഓൾറെഡി മുൻപുണ്ടായിരുന്ന ഇഷ്യൂ ആണ്. അതൊന്ന് ആനന്ദിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 43 നവംബർ 18 തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. രാത്രി തന്നെ ആരപ്പുറത്തെ വീട്ടിലേക്ക് പോകും എന്നുള്ളൊരു ഡിസ്കഷനാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പം കുറച്ച് പേരൊക്കെ ഓൾറെഡി മുൻപേ പ്ലാൻ ആയിരുന്നു, നമുക്ക് പോവാം, അവിടെ നിന്ന് പോവാം, ഇവിടെ നിന്ന് പോവാന്നൊക്കെ. പക്ഷേ വീട് മാറിയത് കൊണ്ട് ഇനിയും എന്തെങ്കിലും പ്ലാൻ ആയിരുന്നല്ലോ, എല്ലാവരും പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അപ്പം വീട് മാറിയപ്പോൾ ഇനിയും ഇഷ്യൂസ് വരുമോ എന്ന് 2 ടീമിനും ഡൗട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ മുത്തു, സത്യ, അരുൺ, റാണവ് ഇവർ പുറത്തിരിക്കുകയാണ്. ഈ വീക്ക് അരുണാണ് പോകാനിരുന്നത്. പക്ഷെ അരുൺ പറയുകയാണ്, ഞാൻ അടുത്ത ആഴ്ച പോയിക്കോളാം, എനിക്ക് ഈ ആഴ്ച പറ്റത്തില്ല, കാരണം ഇപ്പം ഇങ്ങോട്ട് മാറിയതൊക്കെ കൊണ്ട് എനിക്ക് ആകെ പ്രശ്നമാണ്. അപ്പോൾ സത്യ പറഞ്ഞു, ഞാനിപ്പോൾ എന്താ, ഞാൻ പോവാം, എനിക്ക് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഫിക്സ് ആവാണ് സത്യ പോവാം എന്നുള്ളൊരു കാര്യത്തിലേക്ക്. ഇതേസമയം തർഷികയും ജാക്കലിനും കൂടി സംസാരിക്കുകയാണ്. തർഷികയ്ക്ക് മറ്റേ സ്കൂൾ ടാസ്കിനകത്ത് വെച്ച് വിശാലിൻ്റെ അടുത്ത് ക്രഷ് അടിച്ച് ഒരു ബ്ലഷുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് രാത്രി ബെഡ്റൂമിൽ നമ്മുടെ സാജന പറയുകയാണ്, നമ്മൾ മനസാക്ഷി ഇല്ലാത്ത ടാസ്കുകളൊന്നും അവർക്ക് കൊടുക്കരുത്, അവർ നമ്മളടുത്ത് കാണിച്ചാൽ നമ്മൾ തിരിച്ച് കാണിക്കരുത്. അൻഷിത, എന്തിന് ടാസ്ക് വെക്കണം, എന്തിന് ടാസ്ക് വെക്കണ്ട എന്നുള്ള കാര്യം ആദ്യമായിട്ട് നമ്മൾ തീരുമാനിക്കണം. അവരെ പോലെ ഓരോ നേരത്തെ ഓരോ ടാസ്ക് അതൊന്നും വേണ്ട, നമ്മൾ ആദ്യം തീരുമാനിക്കണം എന്തൊക്കെ കാര്യങ്ങൾക്ക് ടാസ്ക് വേണം, എന്തൊക്കെ കാര്യങ്ങൾക്ക് ടാസ്ക് വേണ്ട എന്നുള്ളത്. അതൊക്കെ വളരെ നല്ല കാര്യം. അൻഷിതയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അൻഷിത കയറി വരുന്നുണ്ട്, വളരെ നല്ല കാര്യം. പക്ഷേ ബോയ്സിലേക്ക് ഒരു ചായ്വ് അൻഷിതയ്ക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതേസമയം ബോയ്സിൻ്റെ റൂമിൽ അവർ തീരുമാനിക്കണം, സത്യം പറയണം, അവർ ഒരാഴ്ച എടുക്കുമായിരിക്കും ഒരുവിധം ഈ റൂളൊക്കെ പഠിച്ച് വരാൻ വേണ്ടിയിട്ട്. ഗേൾസിൻ്റെ ടീമിൽ ഇതേസമയം മഞ്ചരി പറയുകയാണ്, അരുണിന് നമുക്ക് ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇൻചാർജ് കൊടുക്കാം, വെള്ളം എടുക്കാൻ അരുൺ വന്നാൽ മതി. കാരണം ടാസ്ക് ചെയ്യാൻ ഇപ്പം ഒരു ടാസ്ക് എന്നാ ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് പുല്ല് പോലെ എടുക്കുന്നവരെ ഈ സാധനം ഏൽപ്പിക്കരുത്. ടാസ്ക് ചെയ്യാൻ മടിയുള്ളത് ആരാണോ അവരെ നമ്മൾ മനഃപൂർവ്വം പെടുത്തണം. അവിടെ മഞ്ചരിയുടെ ഒരു ഗെയിം അത് കൊള്ളാം.
അരുണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ഉള്ള ഒരാളാണ്, ഒരു ഇത്തിരി മെയിൽ ഈഗോ ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം അരുണിനെ എന്ത് ചെയ്യാം, നമുക്ക് വെള്ളം എടുക്കാനൊക്കെ ആയിട്ട് നിയമിക്കാം. അപ്പോൾ അരുൺ വെള്ളം എടുക്കാൻ വരുമ്പോൾ നമുക്ക് അരുണൊക്കെ ടാസ്ക് ചെയ്യിക്കാം. അപ്പോൾ അവിടെ ചെയ്യൂല എന്ന് പറഞ്ഞൊരു സീൻ ക്രിയേറ്റ് ആവും. മനസ്സിലായോ? അതേസമയം ഇപ്പൊ മുത്തുവോ അല്ലെങ്കിൽ ജെഫ്രിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ ടാസ്ക് ചെയ്യും. അപ്പോൾ ഇപ്പൊ ഞാൻ ടാസ്ക് ചെയ്യൂല എന്ന് പറഞ്ഞ് കട്ടായം പിടിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ വിളിച്ചിട്ട് ടാസ്ക് ചെയ്ത് കൊടുക്കുന്നത് അത് ഹീറോയിസം ആണ്. മനസ്സിലായോ? അപ്പം മഞ്ജരി ആ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ തർഷിക പറയാണ്, ഞാൻ അപ്പുറത്ത് വീട്ടിലേക്ക് ഷോപ്പിംഗ് പോകണോ എന്ന് ആലോചിച്ച് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഗെയിം കളിക്കും, ഞാൻ ഇവിടത്തേക്ക് വേണ്ടിയേ കളിക്കുള്ളൂ, അത് അവർക്ക് നല്ലതുപോലെ. അപ്പോൾ ആനന്ദി പറയാണ്, എനിക്ക് ബോയ്സുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. അത് ആനന്ദി പറഞ്ഞാൽ കറക്റ്റാണ്. ആനന്ദിക്ക് ഒരു ബോയ്സുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല, മിണ്ടയില്ല, പറയില്ല, സംസാരിക്കില്ല, ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ പോകണം, ഞാൻ അതിൻ്റെ ഇടയിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും, നോക്കിക്കോ. അങ്ങനെ ആനന്ദി പോകാനായിട്ട് ഫിക്സ് ആവുന്നു. വോട്ട് മെജോറിറ്റി ആനന്ദിക്ക് കിട്ടുന്നു. എന്നിട്ട് അൻഷിത അപ്പുറത്തെ വീട്ടിൽ തിരിച്ച് ഇവരുടെ ഡിസ്കഷൻ കഴിഞ്ഞ് തിരിച്ച് അൻഷിത ആണുങ്ങളുടെ വീട്ടിലും റയാൻ പെണ്ണുങ്ങളുടെ വീട്ടിലും വരുന്നു. അപ്പോൾ അൻഷിത എന്ത് ചെയ്യുന്നു, രാത്രി ആനന്ദിയായിട്ട് സംസാരിക്കണം. അതിൽ അപ്പുറം നിന്നിട്ട് അൻഷിത പറയണേടി, നീ ഇവിടെ വിചാരിക്കും പോലെ ഇവിടെ ഒന്നും ഇല്ല, വെറുതെ ഇവിടെ ഹൈപ്പ് മാത്രമേ ഉള്ളൂ, ഇവിടെ ഫണ്ണ് മാത്രം. പിന്നെ നല്ല ഫീലാണ് ഇപ്പം എനിക്കിവിടെ നിൽക്കുമ്പം. എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ നേരത്തെ എടുത്തോണ്ട് വന്നപ്പോൾ ദീപക്കണ അങ്ങിതാ ഞാൻ കൊണ്ടുവയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി. എന്നെ എല്ലാവരും ഭയങ്കര കെയറിങ് ആണ് അവിടെ ചെയ്യുന്നത്, ഒന്നിനും എന്നെ മാറ്റി നിർത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അൻഷിത പറഞ്ഞതൊക്കെ ഓക്കെയാണ്. അൻഷിത ഒത്തിരി മാറി പോസിറ്റീവായിട്ട്, ഒത്തിരി നെഗറ്റീവ് ഉള്ള ഒരാളായിട്ടാണ് അൻഷിത ബിഗ് ബോസിലേക്ക് പോയി കയറിയത്. പക്ഷെ അൻഷിത ഒത്തിരി പോസിറ്റീവായി. കാരണം അൻഷിത പുറത്ത് കാണിച്ചത് യഥാർത്ഥത്തിൽ എന്താ പറയുക, ഭയങ്കര ഇഷ്യൂസൊക്കെ ആയായിരുന്നു. അപ്പൊ അതാണ് അൻഷിതയുടെ റിയൽ ക്യാരക്ടർ എങ്കിൽ അൻഷിത ഇപ്പൊ ജയിക്കാനുള്ള പവർ ആയേനെ. ബിഗ് ബോസിലൊക്കെ ആ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ ജയിക്കാനുള്ള പവർ ആവും. അതാണ് ബിഗ് ബോസ്. അപ്പൊ അങ്ങനെ അൻഷിത എന്തായാലും കാണിച്ചിട്ട് അപ്പൊ അൻഷിതയുടെ ഒരു ക്യാരക്ടർ പുറത്ത് വന്നു. പോർട്രേറ്റ് ചെയ്തത് നല്ലൊരു രീതിക്കാണ് അൻഷിതയെ. മാത്രമല്ല അൻഷിത ഈ ഇപ്പൊ ബോയ്സ് ടീമിനകത്ത് പോയിട്ട് അവരെല്ലാവരും അൻഷിത നന്നായിട്ട് നോക്കി, വലിയ സീനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അൻഷിതയ്ക്ക് അൺകംഫർട്ടബിൾ ആയിട്ടൊന്നും വന്നില്ല. അതുകൊണ്ട് അൻഷിതയ്ക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇവിടെ ഒരു സംഭവം എന്തില്ല, ബോയ്സ് എല്ലാവരും നന്നായിട്ട് നോക്കണം. അല്ല, ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം അൻഷിത ഒരു ടാർഗറ്റേ അല്ല. അൻഷിത ഒരു ഓരം പിടിച്ച് പോകുന്ന ഒരാളാണ്. ഒരാളുടെ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള ഒരാളല്ല അൻഷിത. ഒരു നിഷ്കുവായിട്ടാണ് അവർ കണക്കാക്കി വെച്ചിരിക്കുന്നത്. അവർ സാധന പൊന്നനിയത്തിയെങ്കിൽ അതിന്റെ തൊട്ട് താഴത്തെ അനിയത്തിയാണ് അൻഷിത. അതുകൊണ്ടാണ് അൻഷിത എടുത്ത് അധികം അവരൊന്നും പറയാനോ എടുക്കാനോ കൂടാൻ അൻഷിത ചതിക്കൂല, തേക്കൂല, ഇവരുടെ കൂടെ നിന്നോളൂ എന്ന് ഇവർക്ക് അറിയാം. പക്ഷെ ഇനിയിപ്പോൾ ആനന്ദി പോയപ്പോൾ നമുക്ക് ഇന്നൊന്നും പറയാം, ഇന്നിപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ, നാളെ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താവും എന്നുള്ള കാര്യം. അപ്പോൾ അത് അൻഷിതയ്ക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ആണ് അൻഷിത പറയുന്നത്. പക്ഷെ സത്യാവസ്ഥ ഈ സാധനമാണ്. അങ്ങനെ നേരം വെളുക്കുന്നു. മോർണിംഗ് സോങ് ഒക്കെ കഴിഞ്ഞ് മഞ്ജരി ആനന്ദിയുടെ അടുത്ത് പറയുകയാണ്, നൈറ്റ് മുത്തുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് ടേബിൾ ക്ലീൻ ചെയ്തിട്ട് പോകാൻ. അപ്പോൾ ക്ലീൻ ചെയ്തില്ല. ഡൈനിങ് ടേബിളിൽ അവിടെ ഫുഡൊക്കെ കിടക്കുവാണ്. അപ്പോൾ ബെഡ്റൂമിലൊക്കെ അവിടെ വൃത്തിയേടായിട്ട് കിടക്കുവാണ്. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്തു. ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നേരെ മഞ്ജരി മുത്തുവിൻ്റെ പോലെടാ ടേബിൾ ക്ലീൻ ചെയ്യണം കേട്ടാ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് മുത്തു എന്ത് ചെയ്യുന്നു, ലൈൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് ടേബിൾ ക്ലീൻ ചെയ്യണം. മഞ്ജരി പറയണം, ഒരു കാര്യം ചെയ്യും, ടാസ്ക് ചെയ്യിക്കാം, ഇപ്പം ലൈൻ ക്രോസ് ചെയ്ത് വന്നില്ലേ, അപ്പം ഈ ജോലി പറഞ്ഞ സമയത്ത് നീ ചെയ്യാത്തതുകൊണ്ടാണ് നിനക്ക് ടാസ്ക്. നിന്റെ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചാടുക, ഇങ്ങനെ പുഷപ്പ് എടുക്കുക. അങ്ങനെ 30 സെറ്റ് വീതം 3 എണ്ണം ചെയ്യണം. 30 സെറ്റിൻ്റെ 3 എണ്ണം ചെയ്യണം. 30 എണ്ണം ചെയ്യണം, റെസ്റ്റ് എടുക്കണം. 30 എണ്ണം ചെയ്യണം, റെസ്റ്റ് എടുക്കണം. 30 എണ്ണം ചെയ്യണം, റെസ്റ്റ് എടുക്കണം. അപ്പം നീ ഇപ്പം തുടക്കണ്ട, അപ്പുറത്ത് പോയി ടാസ്ക് ചെയ്തിട്ട് നീ ഇപ്പുറത്തോട്ട് വന്നാൽ. ഇപ്പം മുത്തു വേണ്ട ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകണുള്ളൂ. അല്ല, എനിക്ക് ടാസ്ക് തരാൻ വേണ്ടിയിട്ട് മഞ്ജരി ആരാണ് നല്ല കളിയായിട്ടാണ് ചോദിക്കുന്നത്. മഞ്ജരി എന്തിനാണ് എനിക്ക് ടാസ്ക് തരുന്നത്? ഇൻചാർജ് ആരാണ്? ഇൻചാർജ് അവർ പറയട്ടെ, കിച്ചൺ ഇൻചാർജ് ആണ് ഇതെല്ലാം ചെയ്യണം. അപ്പോൾ കിച്ചൺ ഇൻചാർജ് പറയട്ടെ. അപ്പോൾ കിച്ചൺ ഇൻചാർജ് ഒന്നും ഇവിടെ ആയിട്ടില്ല, നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്യണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തുവൊക്കെ ചെയ്യാം എന്നുള്ള ഒരു ലെവലിൽ നിൽക്കുന്നു. ഇതേ സമയം പട്ടി കുരയ്ക്കുന്നു. ആണുങ്ങളുടെ റൂമിൽ കിടന്നുകൊണ്ട് അൻഷിത, വിശാല്, പിന്നെ അരുൺ, ഇവരും ക്യാപ്റ്റൻ ഉൾപ്പെടെ കിടന്ന് ഉറങ്ങുവാണ്. അപ്പം വർഷിണി നേരെ വിളിച്ച്, അരുൺ ക്യാപ്റ്റൻ ശിക്ഷ കൊടുക്ക്, ക്യാപ്റ്റനും വരാൻ പോകുന്ന ക്യാപ്റ്റൻസി മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്, ശിക്ഷ കൊടുക്ക്. അപ്പം ഞാൻ വർഷിണിയാ ഇതാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുകയും ചെയ്ത്. അങ്ങനെ 30 സെറ്റ് മുത്തുവിനെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് സൗന്ദര്യം എടുത്ത് പറഞ്ഞിട്ട് പോവുകയാണ് വർഷിണി. പറയുന്നു 30 സെറ്റ് അവനെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. ഞാൻ അപ്പം 30ന്റെ 3 എണ്ണം പറയുമ്പോൾ 90 എണ്ണം ആയെന്ന് ചെയ്യിക്കണം, 30 എണ്ണം മാത്രം ചെയ്യിച്ചാൽ ചെവി പറഞ്ഞിട്ട് പോകണം. പക്ഷേ ഈ സാധനം മുത്തു അറിയുന്നില്ല. മുത്തു നേരെ ഗാർഡൻ അരി പോകുന്നു, ചാടുന്നു, പുഷപ്പെടുക്കുന്നു, ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 30 എണ്ണം കഴിയുന്നു, മുത്തു നിർത്തുന്നില്ല, മുത്തു ഇത് തുടരുന്നു. അപ്പം മുത്തു പറയണ റൂൾ ബുക്ക് വന്നില്ല, ഒന്നും വന്നില്ല, എന്നിട്ടാണ് എൻ്റെ അടുത്ത് ഇതെല്ലാം ചെയ്യാൻ പറയുന്നത്. അപ്പൊ സൗന്ദര്യ 3 സെറ്റ് അവൾ പറഞ്ഞെങ്കിലും ഒന്നേ ചെയ്യാൻ പറഞ്ഞോളൂ, നീ നിർത്ത്, തീർന്ന്, ഇത്രേ ഉള്ളൂ, തീർന്ന്. മുത്തു ഇല്ല, എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, എൻ്റെ അടുത്ത് 30ന്റെ 3 സെറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ അത് ചെയ്യും, ആ ടാസ്ക് ഞാൻ ചെയ്യും. കാരണം അത് ഒത്തിരി പാടാണ്, പുഷപ്പ് എടുക്കുകയാണ്, 90 പുഷപ്പ് എടുക്കണം, ഇങ്ങനെ കൈ കൊണ്ട് ചാടണം, പുഷപ്പ് എടുക്കണം, ഇങ്ങനെ ചെയ്യണം. അപ്പം മഞ്ജരി അടുത്ത് പോയിട്ട് ഇത് വർഷിണി ഇൻഫോം ചെയ്യണം. മഞ്ജരി നീ അവിടെ 90 എണ്ണമാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ വന്ന് പറ.
മഞ്ജരി വരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, 3 സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ട് സൗന്ദര്യയുടെ ചെവിയിൽ ഞാൻ ഒരെണ്ണം ആക്കി പറഞ്ഞിട്ടാണോ? ഇത് ഇത്തിരി ഓവറാണ് മുത്തു, എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ ചെയ്യുന്നതാണിത്. അപ്പൊ മുത്തു ചത്താലും എനിക്ക് തന്ന ടാസ്ക് ഞാൻ ചെയ്തിരിക്കും, എനിക്ക് ഒരു മടിയുമില്ല. അപ്പൊ അരുൺ ഇത്രയും നേരം ഇല്ലാതെ ക്യാപ്റ്റൻ അരുൺ ഉറങ്ങി തീർത്തിട്ടൊക്കെ വരാണ്. 30-3 സെറ്റ് എന്ന് പറഞ്ഞാൽ 30-3 90. ക്യാപ്റ്റൻസി ഇപ്പോഴും എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, മാറിയിട്ടില്ലല്ലോ. ചാർജ് എടുത്തിട്ട് നീ ഇവിടെ ഇപ്പൊ ക്യാപ്റ്റൻസിയിൽ നിൽക്കുന്നല്ലേ ഉള്ളൂ, നീ ചാർജ് എടുത്തിട്ട് നീ ഇവിടെ ഇതെല്ലാം ചെയ്യിപ്പിച്ചു. ഓക്കെ. അപ്പൊ മഞ്ജരി സൗന്ദര്യയുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒരൊറ്റ സെറ്റിൽ സ്റ്റോപ്പ് ആക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ അരുൺ നിങ്ങൾക്ക് എന്ത് പവറാണ് മഞ്ജരി ഉള്ളത്? ഒരാൾക്ക് മുത്തുവിന് ശിക്ഷ കൊടുക്കാൻ നിങ്ങൾക്ക് എന്ത് പവറാണ് ഉള്ളത്? ഇതുവരെയും അനൗൺസ് ചെയ്തിട്ടില്ല, ഇതുവരെയും ഓരോ നിങ്ങൾക്ക് റൂൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ പേഴ്സണലായിട്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ഞാൻ ഒരു കാര്യം എൻ്റെ ഒരു പേഴ്സണൽ രീതിയിൽ നിന്ന് ഞാൻ പറയുവാണെങ്കിൽ, നമ്മുടെ ഡേ 1 അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം മഞ്ജരി രാവിലെ മുത്തുവിന് ശിക്ഷ കൊടുത്തു. അത് ശരിയോ തെറ്റോ എന്ന് നമ്മൾ മഞ്ജരിയുടെ വീട്ടിലേക്ക് ക്രോസ് ചെയ്ത് വന്നു, അതുകൊണ്ടാണ് മഞ്ജരി ശിക്ഷ കൊടുത്തത്. ഓക്കെ, എന്തോ ആവട്ടെ, മഞ്ജരി ഒരു ടേബിൾ തുടയ്ക്കാൻ വന്നതാണ്. പക്ഷെ നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഏത് ഇൻസിഡന്റ് ആണെന്ന് വെച്ചാൽ ഡേ 1 ഇൻസിഡന്റ് ആണ്. ഡേ 1-ൽ റൂൾ ബുക്ക് വരുന്നതിന് മുന്നേ ഇവരിങ്ങനെ ടാസ്ക് ചെയ്യിച്ചിരുന്നോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ചിന്തിക്കാനുള്ളത്. അപ്പോൾ ഡേ 1-ൽ ചെയ്യിച്ചിട്ടില്ല, പെണ്ണുങ്ങളെ കൊണ്ട് ഒന്നും ഇവർ ചെയ്യിച്ചിട്ടില്ല. ആ റൂൾ ബുക്ക് വരുന്നത് വരെ, റൂൾസ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത് വരെ ഒന്നും ചെയ്യിച്ചിട്ടില്ല. അപ്പൊ അതുവരെയുള്ളൊരു ഫ്രീഡം ഗേൾസിനായാലും ബോയ്സിനോട് കാണിക്കാമായിരുന്നു. പിന്നെ കൊടുത്തു എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല, കാരണം ഇത്രയും ദിവസം റൂൾ ഫോളോ അപ്പ് ചെയ്ത് വരികയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം റൂൾ എന്താ മാറിയത്? ഒരു റൂൾ മാറിയില്ല എന്നല്ല, നമുക്ക് ഒരു തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ കമ്പാരിസൺ ടു ഡേ 1 നമുക്ക് ചെയ്യാം. അപ്പം അരുൺ മഞ്ജരി അടുത്ത് സംസാരിച്ചോന്ന് പറയാണ്, നീ ഇതിൻ്റെ ഇടയ്ക്ക് സൗന്ദര്യയെ കൊണ്ടുവന്നത് ശരിയായില്ല മഞ്ജരി. സൗന്ദര്യം എന്തിനാണ് കൊണ്ടുവന്നത്? സൗന്ദര്യം എടുത്ത് നീ 30-3 സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് നമ്മുടെ ചെവിയിൽ പറഞ്ഞ് അവളെ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ സൗന്ദര്യ എന്ത് കാര്യമില്ലാത്തത്? നീ ആര് അത് പറയാൻ? നീ ആര്? നിനക്ക് ഇഷ്ടമല്ലാന്ന് കരുതിക്കൊണ്ട് എല്ലാവർക്കും അങ്ങനെയാണെന്ന് നീ കരുതിയാടാ? അപ്പൊ അരുൺ ആര് പറഞ്ഞു സൗന്ദര്യ ആവശ്യമില്ലാത്ത കാര്യം? ഞാൻ റിവ്യൂ ചെയ്യുന്നില്ല, എനിക്ക് ചിരി വരുന്നു. ഈ സൗന്ദര്യം അന്നേരം കരുതാ ആര് പറഞ്ഞടാ? നിനക്കെന്നെ ഇഷ്ടമല്ലെന്ന് കരുതിക്കൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങനെയാണെന്ന് കരുതിയാടാ? അപ്പൊ ആര് പറഞ്ഞു നിന്നെ ഇഷ്ടമല്ലെന്ന്? ഞാൻ പറഞ്ഞ നീ അനാവശ്യ കാര്യങ്ങൾ വിളിച്ചാൽ പറയരുത്. അപ്പൊ എന്നിട്ട് അരുൺ എന്ത് ചെയ്യുന്നു? യു ആർ ജസ്റ്റ് എ ഹൗസ് മേറ്റ്. എന്ന് പറഞ്ഞില്ല, നിനക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത് ഇവിടെ ശിക്ഷ കൊടുക്കാന്ന്? ഇംഗ്ലീഷിൽ അങ്ങോട്ട് പറയുന്നു, മഞ്ജരി തിരിച്ച് ഇംഗ്ലീഷ് കുറച്ചു നേരം മഞ്ജരിയും ഈ പറയുന്ന അരുണും കൂടി നീ പോയി കൺഫസ് ചെയ്യണം, നീ ഇപ്പൊ ചെയ്ത തെറ്റിന് നീ കൺഫസ് ചെയ്യണം. മഞ്ജരിക്ക് വട്ടളാവുന്നു. നീ ആരടാ എന്ന് പറയാൻ? എൻ്റെ അടുത്ത് കൺഫസ് ചെയ്യാൻ പറയാൻ നീ ആരടാ? ഞാൻ മുത്തടുത്ത് എന്തിനാ കൺഫസ് ചെയ്യാൻ പറയുന്നത്? രണ്ടുപേരും വീണ്ടും ഇംഗ്ലീഷിൽ ഹൗ ഡെയർ യു ഹു ആർ യു ഹു ദ ഹെൽ ആർ യു? അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എൻ്റെ മുന്നേ ഈ മഞ്ജരിയും അരുണും കൂടി ഇംഗ്ലീഷിൽ. അപ്പം എന്നിട്ട് മഞ്ജരി കുറെ നേരം പറഞ്ഞതിന്റെ അവസാനം മുത്തു താഴെ ഇരിക്കുകയാണ്, 2 സെറ്റ് ചെയ്തിട്ട് 1 സെറ്റ് കൂടെ ചെയ്യാമല്ലോ. മുത്തു നീ ആയോണ്ടാണ് ഞാൻ നിനക്ക് ഈ ടാസ്ക് തന്നതെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. വേറെ ആരടുത്തും ഞാൻ ഇതുപോലെ കളിക്കൂല, നിന്റെ അടുത്ത് ആയതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അപ്പൊ എനിക്ക് മതിയാക്കാം, എനിക്ക് വയ്യ എന്ന് പറഞ്ഞാണ് നിൽക്കണം. അപ്പൊ മുത്തു വിട്. അപ്പൊ മുത്തു ഇത്ര നേരം മിണ്ടാ നിന്നെ. അപ്പൊ മുത്തു മഞ്ജരിയുടെ നേരത്തെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് മഞ്ജരി അതിന്റെ ഒരു സ്വാതന്ത്ര്യം എടുത്ത് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പൊ മുത്തു പെട്ടെന്ന് മഞ്ജരിക്ക് അറിഞ്ഞു, അയ്യോ ഇനി എന്റെ സീൻ വിഷയമാവുമല്ല, വിട്. പക്ഷെ അരുണും മഞ്ജരിയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് വഴക്കാവുന്നു. അവരെ പറയാണ്, ഞാൻ ക്യാപ്റ്റനാണ്, എന്റെ ഹൗസ് മേറ്റ്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും. അപ്പൊ മഞ്ജരി മുത്തു പറയട്ടെ, മുത്തുവിന് ടാസ്ക് ചെയ്യുന്ന പ്രോബ്ലം ആണെന്ന് നീ എന്തിനു പറയുന്നു? അപ്പൊ അരുൺ ടാസ്ക് കൊടുക്കാൻ പറ്റില്ല, എല്ലാവരും അടുത്തും ടാസ്ക് കൊടുക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. അപ്പൊ മഞ്ജരി ടാസ്ക് ഇപ്പം റൂള് ബുക്ക് വരുന്നത് വരെ ടാസ്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ മഞ്ജരി നിങ്ങൾ ക്യാപ്റ്റൻ അല്ലേ, ഇന്നലെ ഈ വീട് ഷിഫ്റ്റ് ആയപ്പം റൂൾ നേരം വെളുത്തിട്ട് വേണോ വേണ്ട എന്നുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അഫൻഡിങ് ആയിട്ട് സംസാരിക്കാതെ ബാക്കി കാര്യങ്ങൾ പറയാറും. അത് മഞ്ജരി പറഞ്ഞ പോയിന്റ് ആണ്. ഇന്നലെ വീട് ഷിഫ്റ്റ് ആയപ്പോൾ ഒരു ആസ് എ ക്യാപ്റ്റൻ എന്നുള്ള ലെവലിൽ അരുൺ പറയണമായിരുന്നു, ഇന്ന് ഇപ്പം റൂള് വേണ്ട അല്ലെങ്കിൽ വേണം, അത് ക്യാപ്റ്റൻ നിയന്ത്രിക്കണമായിരുന്നു. അത് അരുണിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അപ്പൊ അരുൺ ഗായ്സ് ഓക്കെ. അപ്പൊ ഇനി അപ്പോഴും സൗന്ദര്യം വീണ്ടും ചാടിയിരുന്നു. എന്താണ് അരുണേ, ഇപ്പൊ നിനക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ? നീ ഫ്രണ്ട്ഷിപ്പ് വെച്ചല്ലേ ഇവിടെ കളിക്കുന്നത്? അപ്പൊ അരുൺ ഇല്ല, എനിക്ക് ഇവിടെ ആരടുത്തും ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല. അപ്പം അരുൺ സൗന്ദര്യം പറഞ്ഞു, നീയാണ് ട്രിഗർ ആയത്. ഇനി നീ ചെയ്യല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യൂല, അത്രേ ഉള്ളൂ. സൗന്ദര്യം കത്തിപ്പിടിക്കുകയാണ്. എനിക്ക് സൗന്ദര്യം സത്യം പറഞ്ഞ ദേഷ്യപ്പെടാനാണ് ഇപ്പൊ ചിരി വരും, കാരണം ആവശ്യമില്ലാതെ പോയി അവിടെ ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചിട്ട് വരും. അപ്പൊ അരുൺ ഗായ്സ് ഇനി പുതിയ ക്യാപ്റ്റൻസി വരുന്നത് വരെ ഇവിടെ എന്തില്ല, റൂൾസ് ഇല്ല. പിന്നെ ഇവിടുത്തെ സൂപ്പർവൈസർ സ്ഥാനത്തും ആരെയും കൊണ്ടുവരണ്ട എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അരുൺ. 10:15 മോർണിംഗ്
മോർണിംഗ് 10:15 തന്നെ പവിത്ര ഗാർഡൻ ഏരിയയിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുന്നു, പട്ടി കുരയ്ക്കുന്നു. അപ്പൊ തന്നെ വർഷണി, ക്യാപ്റ്റൻ നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ, ആരാണ് തെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കൊടുക്ക്. അപ്പൊ സൗന്ദര്യ, അവന് ഗെയിം കളിക്കാനാണ് അവനോട് ടാസ്ക് കൊടുക്കുന്നത്, വേറെ അവന് ഗെയിം കളിക്കാനുണ്ടല്ലോ, അവൻ്റെ ഇടയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ, അതിനാണെങ്കിൽ അവൻ മികച്ചതാണ്, വേറെ ഒന്നും മിണ്ടത്തില്ല. അപ്പൊ ബിഗ് ബോസ്, അപ്പം അരുൺ മൈൻഡ് ചെയ്യാതിരിക്കണം. ബിഗ് ബോസ് പട്ടി കുറച്ചു, 5 സെക്കൻഡായി, അരുണിനെ ശിക്ഷ കൊടുക്കുക. അപ്പൊ അരുൺ ഓക്കെ, ആരാണ് പവിത്രയുടെ അടുത്തിരുന്നത്? അപ്പൊ വർഷണിയാണ്. അപ്പം വർഷണി പറയുന്നു, അല്ല രാവിലെ വിശാല് കിടന്നുറങ്ങിയപ്പോ പട്ടി കുറച്ചല്ലോ, എന്തുകൊണ്ട് ശിക്ഷ കൊടുത്തില്ല? 2 പേർക്കും 2 റൂളാണോ? ആണോ? ടാസ്ക് എനിക്ക് തന്നോ, ഞാൻ ചെയ്യാം, ഞാൻ തന്നെയാണ് ഈ പറഞ്ഞ ഇപ്പം ആരെടുത്ത് പവിത്ര എടുത്തുന്നത്, എനിക്ക് ടാസ്ക് ചെയ്തോ, ഞാൻ ചെയ്തോളാം, പക്ഷെ വിശാലിനും ടാസ്ക് കൊടുത്തേ പറ്റുള്ളൂ. വർഷണി അപ്പൊ ഞാൻ ആലോചിക്കുന്നു, വർഷണി തന്നെ വാ തുറന്ന എന്നിങ്ങനെ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. വിശാല് അല്ല, അപ്പോഴേ അരുൺ, അന്നേരം ബിഗ് ബോസ് അനൗൺസ് ചെയ്തില്ല, ഇപ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്, വിശാലിന് ടാസ്ക് കൊടുക്ക്, എന്നാലേ ഞാനും ചെയ്യുള്ളൂ. അപ്പൊ ദീപക്, ഞാൻ ചെയ്യാം, വിശാലിന് കൊടുക്കാനുള്ള ടാസ്ക് ഞാൻ ചെയ്തോളാം. എന്നിട്ട് എന്താണ് ടാസ്ക്? അത് ഇനി എന്താ മൈക്ക് ധരിക്കാതെ ആരും നടക്കരുതെന്ന് 3 തവണ പറയുന്നു. അങ്ങനെ ദീപക് അത് 3 തവണ പറയുന്നു. അപ്പൊ വർഷണി, ഇയാളെ കൊണ്ട് നിന്നെ ടാസ്ക് ജയിച്ചത് ഞാൻ പറഞ്ഞ ഇയാളെ കൊണ്ട് ജയിക്കാൻ. വിശാലിന്റെ അടുത്ത് ആരാണോ ആ സമയം ഉണ്ടായിരുന്നത് അവരാണ് ആ ടാസ്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നീയും കൂടെ ചേർന്നല്ലേ ഉറങ്ങിയത്. അപ്പൊ നിങ്ങളടുത്ത് ആരാണോ ഉണ്ടായിരുന്നത് അവരാണ് ആ ടാസ്ക് ചെയ്യേണ്ടത്. അൻഷിതയാണ് നിങ്ങളെടുത്ത് ഉണ്ടായിരുന്നത്, അപ്പൊ അൻഷിതയാണ് ആ ടാസ്ക് ചെയ്യേണ്ടത് എന്ന് വർഷണി പറയാണ്. യഥാർത്ഥത്തിൽ അൻഷിതയും കിടന്ന് ഉറങ്ങി, അത് വേറൊരു കാര്യം. അപ്പൊ അരുൺ പറയാണ്, അങ്ങനെ അല്ല, ഞാനാണ് ആ റൂൾ കൊണ്ടുവന്നത്. ബിഗ് ബോസ് പറഞ്ഞത് ഇത്തവണ ആരാണോ ശിക്ഷ ചെയ്യുന്നത്, ആരാണോ തെറ്റ് ചെയ്യുന്നത് അതിന് പകരം വേറൊരാൾക്ക് ശിക്ഷ കൊടുക്കണമെന്നാണ് റൂള്. പക്ഷെ ഞാനാണ് അവരുടെ തൊട്ടടുത്തിരിക്കുന്ന ആള് ആ ശിക്ഷ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ മൈക്കിന്റെ കേസിലായാലും പട്ടികുരയുടെ ആയാലും, കാരണം തൊട്ടടുത്തിരിക്കുന്ന ആളത് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ദീപക്കെണ്ണം ചെയ്തു, അത്രേ ഉള്ളൂ. വർഷണി അല്ല വേറെ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോ. വർഷണി ഞാൻ ചെയ്തോളാം, ഞാൻ ചെയ്താൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വർഷണിയും ഇനി ആരും മൈക്ക് ധരിക്കാതെ നടക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയുന്നു. അടുത്ത് ക്യാപ്റ്റൻസി ടാസ്ക് വരെയാണ്, ലെമൺ വിത്ത് സ്പൂൺ. അതാണ് ടാസ്ക്, വേറെ ഒന്നുമല്ല. ടാസ്കിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അറിയാലോ, സ്കൂളിലൊക്കെ കളിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവരും, ചുണ്ടില് സ്പൂൺ കടിച്ച് പിടിച്ച് വെക്കുക, നാരങ്ങ അതിൽ വെക്കും, അത് വീഴരുത്. നമ്മൾ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഉണ്ടായിരിക്കുമല്ലോ സാധാരണ കളിക്കും. ഇത് അങ്ങനെയല്ല, ഗാർഡൻ ഏരിയയിൽ നടക്കണം, നിൽക്കാൻ പാടില്ല, നടക്കണം. മാക്സിമം ടൈം ആരാണോ നാരങ്ങ വീഴാതെ സൂക്ഷിക്കുന്നത് അവരാണ് വിജയ്. ഒരു ചാൻസ് ഉണ്ട്, ഒരു തവണ തറയിൽ വീണ് കഴിഞ്ഞാൽ എടുത്ത് വെക്കാം. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഇതെന്തോന്ന് ലെമൺ വിത്ത് സ്പൂൺ, ഇത് കൊള്ളാല്ല എന്ന് ഞാൻ ഇങ്ങനെ പൊട്ട ഒരു റൂൾ എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു, ഒരു തവണ താഴെ വീണ് കഴിഞ്ഞാൽ എടുത്ത് വെക്കാം, പിന്നെ ഒരു തവണ പറ്റത്തില്ല. 2ാമത്തെ തവണ താഴെ വീണ് കഴിഞ്ഞാൽ ഔട്ടാണ്. ഏറ്റവും കൂടുതൽ ടൈം ആരാണോ ഹോൾഡ് ചെയ്യുന്നത് അവരാണ് ക്യാപ്റ്റൻ. അങ്ങനെ വിശാലും മഞ്ജരിയുടെ മത്സരം തുടങ്ങുന്നു. അരുണാണ് ജഡ്ജ്. അപ്പം ഗാർഡൻ ഏരിയയിലാണ് മത്സരം, നിൽക്കാൻ പാടില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അപ്പം മുത്തുവിൻ്റെ കൂടെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാനായിട്ട് പാട്ടൊക്കെ പാടുമ്പോൾ പെണ്ണുങ്ങൾ ഒതുക്കിയിട്ട് പാട്ടൊന്നും പാടണ്ട, അവർ ഡിസ്ട്രാക്റ്റഡ് ആവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു 35 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഇവർ 2 പേരും ഭയങ്കരമായിട്ട് കളിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ചാൻസ് കട്ട് ചെയ്യുകയാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ചാൻസ് അതിൻ്റെ ആവശ്യമില്ല, ചുണ്ടിൽ കടിച്ചു പിടിച്ച് വെക്കുകയാണെങ്കിൽ അത് താഴെ വീഴുമ്പോൾ അപ്പം തന്നെ കട്ടായി. അപ്പോഴേ വിശാല്, എൻ്റെ പൊന്നെ, ഈ ക്യാപ്റ്റൻസിയിൽ പോലും ഈ വർഷണിയെന്ന് മഞ്ജരിയെ വീഴ്ത്താനായിട്ട് വിശാൽ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വരെ നടക്കണം, എങ്ങോട്ട് വേണം നടക്കാം, ഗാർഡൻ ഏരിയയിൽ ചുറ്റി നടക്കാം. അപ്പം മഞ്ജരിയെ നോക്കിയിട്ട് വിശാല് മഞ്ജരി ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സാധനം വീഴുമല്ലോ. മഞ്ജരി മൈൻഡ് വരും ചെയ്യുന്നില്ല. അങ്ങനെ മഞ്ജരി എടുത്ത് സൈറ്റിൽ അടിച്ച് കാണിച്ചിട്ട് ഒരൊറ്റടി ഇങ്ങനെ തിരിയുമ്പോൾ, ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ തിരിയുമ്പോൾ ഇവൻ്റെ വായിരിക്കുന്നത് താഴെ വീഴുന്നു. അങ്ങനെ മഞ്ജരി ഏറ്റവും കൂടുതൽ നിൽക്കുന്നു. മഞ്ജരി ക്യാപ്റ്റനായിട്ട് മാറുന്നു 7th വീക്കില്. മഞ്ജരിയുടെ തലയിൽ കിരീടമൊക്കെ വെച്ച് കൊടുക്കുന്നു. സൂപ്പർ സർപ്രൈസ് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ലെറ്റർ വരുന്നു. ഈ സീസണിന്റെ അവസാനം ഏറ്റവും കൂടുതൽ പ്രാവശ്യം ക്യാപ്റ്റനായിട്ട് ആരാണോ ഇരുന്നത് അവർക്ക് ഏറ്റവും ഫോർ റമ്മി നൽകുന്ന റോയൽ എൻഫീൽഡ് സമ്മാനം. എന്തുവാണ് ഇത്? ക്യാപ്റ്റനായിട്ടിരുന്നാൽ സമ്മാനം ഏറ്റവും കൂടുതൽ ടൈം. അപ്പോഴ് മഞ്ജരി പറയാണ്, അപ്പോൾ പ്ലാസ്മ ടി വിയിൽ കാണിക്കും, ഓരോരുത്തരും എത്ര തവണ ക്യാപ്റ്റൻ ആയിട്ടുണ്ടെന്ന് കാണിക്കുമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്, മഞ്ജരി പറയുന്നു, എല്ലാ ദിവസവും നമുക്ക് 10 മിനിറ്റ് ഡിസ്കസ് ചെയ്യണം. രാത്രി നല്ല ഓരോ ദിവസത്തെ ഇൻസിഡൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യണം. അത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഈ ഭാവിയിൽ നിങ്ങൾ ആര് ബിഗ് ബോസ് പോലെ, എൻ്റെ വീഡിയോ കാണുന്ന ആര് ബിഗ് ബോസ് പോലെ, നിങ്ങൾ ആദ്യം ക്യാപ്റ്റൻ ആകുമ്പോൾ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. എല്ലാ ദിവസവും നടന്നതിനെക്കുറിച്ച് ഒരു അനാലിസിസ് രാത്രി ഒരു 10 മിനിറ്റ് ഇരുന്ന് നിങ്ങൾ ചെയ്യണം. ക്യാപ്റ്റൻ ആവുമ്പോൾ, ക്യാപ്റ്റൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്, ക്യാപ്റ്റൻ ആവുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അത് മഞ്ജരി കറക്റ്റ് പറഞ്ഞു. നമ്മുടെ മലയാളം ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു സീസൺ 1 ഉണ്ടായിരുന്നു. സീസൺ 1 അത് അവരെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ കുറെ അടിമുട്ടും. ഈ രാത്രി നിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ടേബിളിന്റെ വട്ടം ചുറ്റിരുന്ന് ഡിസ്കസ്, അത് ഭയങ്കര നല്ല രസമാണ് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. ആ ദിവസം എൻ്റെ ആകുമ്പോൾ മഞ്ജരി പറയുന്നത് 10 മിനിറ്റ് ഡെയിലി നമുക്കിന്ന് സംസാരിക്കണം.
നടന്ന സംഭവം എന്താണ്, ഒത്തിരി സംഭവങ്ങളോട് നടക്കുമല്ലോ, നടന്ന സംഭവം എന്താണ്, ഇപ്പം നടക്കുന്നത് എന്താണ്, കറൻലി എന്താണ് നടക്കുന്നത്, ഇനി അത് എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യണം എന്ന് മഞ്ചരി പറയുന്നു. വളരെ നല്ല കാര്യം. എന്നിട്ട് പ്ലാസ്മ ടി വിയിൽ കാണിക്കുന്നു ഓരോരുത്തരും എത്ര തവണ ക്യാപ്റ്റനായി. തർഷികയ്ക്ക് 2 തവണ ക്യാപ്റ്റനായി, സത്യ 2 തവണ ക്യാപ്റ്റനായി, മുത്തു 1 തവണ, അരുൺ 1 തവണ, മഞ്ചരി 1 തവണ. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ക്യാപ്റ്റൻ ആവുന്ന ആരാണോ അവർക്കാണ് ഈ എന്ത് കിട്ടാൻ പോകുന്നത്, റോയൽ എൻഫീൽഡ് കിട്ടാൻ പോകുന്നത്. ഭാഗ്യവാനാണ്. ബിഗ് ബോസ് പറയാണ് ക്യാപ്റ്റൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഡിസിപ്ലിൻ ഈ വീട്ടിൽ കുറഞ്ഞു വരികയാണ്, റെസ്റ്റ് റൂം ഒക്കെ പലരും പെർമിഷൻ കേൾക്കാതെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഫീഡ്ബാക്കിന്റെ കേസൊക്കെ പറഞ്ഞത് കൊള്ളാം. എനിക്കൊരു ഫീഡ്ബാക്ക് പറയാനുള്ളത്, നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 50ാമത്തെ ദിവസം ആകുമ്പോൾ ഒരൊറ്റ മനുഷ്യനും കളിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇവിടെ ഒരു 1 മാൻ ഷോ ഉണ്ട്. അതായത് ഒരാളാണ് ഇപ്പൊ ഗെയിം കൊണ്ടുപോകുക. ബിഗ് ബോസ് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് ഒരാളാണ് ഇപ്പൊ ഗെയിം കൊണ്ടുപോകുന്നത്. ആ ഓട്ടം മതിയാക്കി ദയവ് കരുതി എല്ലാവരും കളിക്കുക, എല്ലാവർക്കും കൂടെ ഉള്ള ഒരു വീടാണിത് എന്ന് പറയുകയാണ്. അതായത് മുത്തുവിനെയോ ജാക്കിലിനെയോ ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത്, അവരാണല്ലോ ഇപ്പോൾ ഗെയിം റൂൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവരും കളിക്കുക എന്ന് പറയുന്നു. ദെൻ സ്വാപ്പിംഗ് ടൈമാണ് വരുന്നത്. അൻഷിതയും റയാനും തിരിച്ച് അവരവരുടെ ഗ്രൂപ്പിലേക്ക് തന്നെ വരുന്നു. ആനന്ദി ആണുങ്ങളുടെ ഗ്രൂപ്പിലേക്കും സത്യ പെണ്ണുങ്ങളുടെ ഗ്രൂപ്പിലേക്കും വരുന്നു. ബിഗ് ബോസ് ഇത്തവണ കാരണമൊന്നും ചോദിക്കുന്നില്ല, കഴിഞ്ഞ ആഴ്ച കാരണമൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ പെണ്ണുങ്ങളുടെ ഭാഗത്താണല്ലോ ഇപ്പോൾ അടുക്കളയും സ്റ്റോർ റൂമും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന ആൾക്കാർ വേണം കുക്കിങ്ങിന് പോകാൻ. ആണുങ്ങളിൽ നിന്നും കുക്കിങ്ങിന് പോകേണ്ട അവർ പറയുന്ന ആൾക്കാരാണ്. ആണുങ്ങളിൽ നിന്ന് വെള്ളം എടുക്കാൻ പോകേണ്ട അവർ പറയുന്ന ആൾക്കാരാണ്. ഒക്കെ അവരാണല്ലോ. അപ്പം മഞ്ചരി പറയുന്നു ആണുങ്ങളിൽ നിന്നും കുക്കിങ്ങിന് പോവേണ്ടത് ജഫ്രി, മുത്തു, റാണവ്, ഇവർ 3 പേരുമാണ്. പെണ്ണുങ്ങളിൽ നിന്നും കുക്കിങ്ങിന് പോവേണ്ടത് തർഷിക, അൻഷിത, ഇപ്പൊ ടീം മാറി വന്ന സത്യ, ഇവർ 3 പേരുമാണ്. പിന്നെ വെള്ളം എടുക്കാനായി ഇവിടെ വരേണ്ടത് അരുണാണ്. അതിന്റെ ഇൻചാർജ് ജാക്ലിനാണ്. പിന്നെ സ്റ്റോർ റൂമിന്റെ ഇൻചാർജ് പവിത്രയാണ്. പിന്നെ കിച്ചന്റെ ഇൻചാർജ് സൗന്ദര്യ, സാചന, വർഷിണി, ഇവർ 3 പേരുമാണ്. പിന്നെ നമ്മുടെ ഒരു ഒപ്പീനിയൻ, കുക്കിംഗ് ചെയ്യുമ്പോൾ കുക്കിംഗ് ചെയ്യുന്നവർ ടാസ്ക് ചെയ്യേണ്ട, ബാക്കി നിൽക്കുന്നവർ ആർക്ക് വേണ്ടിയിട്ടാണ് അവർ കുക്കിംഗ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവർ ടാസ്ക് ചെയ്യട്ടെ എന്നുള്ള നമ്മളൊരു സജഷനാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. മുത്ത് പറഞ്ഞു വേണ്ട നമുക്ക് താല്പര്യമില്ല, നമ്മൾ തന്നെ ചെയ്തോളാം. അപ്പം നമ്മുടെ വർഷിണി, അപ്പം മഞ്ചരി, എനിക്ക് മഞ്ചരി പേര് മാറിപ്പോകും. മഞ്ചരി പറയുന്നു അല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് ആലോചിക്കാം, ഒരു സജഷനാണ്. പിന്നെ സ്റ്റോർ റൂമിനും നമ്മളെ ഒരു പുതിയൊരു റൂൾ കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റോർ റൂമിലേക്ക് ഇപ്പം ആർക്ക് വേണോ പോകാന്നുള്ള ഒരു ഇതാണല്ലോ പെർമിഷൻ വെച്ചിട്ട്. അങ്ങനെയല്ല, സ്റ്റോർ റൂമിലേക്കും ഒരാൾ പോയാൽ മതി, അത് ശിവ പോയാൽ മതി എന്നാണ് നമ്മുടെ കാര്യം. അപ്പോൾ ദീപക് പറഞ്ഞു നല്ല ഐഡിയ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഒരാൾ പോയി നോക്കട്ടെ എങ്ങനെ ഇരിക്കും എന്നറിയാമല്ലോ എന്നിങ്ങനെ പറയുവാണ്. ഓക്കെ, അതിനുശേഷമാണ് നമ്മുടെ നോമിനേഷൻ വരുന്നത്. ക്ലോസ്ഡ് നോമിനേഷനാണ്. കൺഫഷൻ റൂമിൽ പോയി പറയണം. ആണുങ്ങൾ പെണ്ണുങ്ങളുടെ പേരും, പെണ്ണുങ്ങൾ ആണുങ്ങളുടെ പേരും നിർബന്ധമായും പറഞ്ഞിരിക്കണം. ആണുങ്ങൾക്ക് ആണുങ്ങളുടെ പേര് പറയാൻ പറ്റില്ല, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ പേരും പറയാൻ പറ്റത്തില്ല. മഞ്ചരി ക്യാപ്റ്റനാണ്, സോ നോമിനേറ്റഡ് ഫ്രീ ആണ്. റയാനും അൻഷിതയ്ക്കും ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാം. അപ്പം അത് വെച്ച് തുടങ്ങാൻ പറയുന്നു. അപ്പം റയാൻ പറയുന്നു വർഷിണിയെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നു. വർഷിണി ഒരു കാര്യങ്ങളും മനസ്സിലാക്കുന്നില്ല, ഡിസിഷനിലൊന്നും വർഷിണി ഇടപെടുന്നില്ല. അൻഷിത നോമിനേറ്റ് ചെയ്യുന്നത് മുത്തുവിനെയാണ്. മുത്തു സ്ട്രോങ് ആണ്. ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും സൗണ്ട് എന്ന് പറയുന്നത് മുത്തുവാണ്. അപ്പം ആ സൗണ്ട് എല്ലാവർക്കും അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നെ ദെൻ കൺഫഷൻ റൂമിൽ പോയിട്ടുള്ള ക്ലോസ്ഡ് നോമിനേഷൻ തുടങ്ങുവാണ്. വിശാൽ, സൗന്ദര്യയുടെയും ജാക്കലിൻ്റെയും പേര്. സൗന്ദര്യ ഗെയിം ഇടയ്ക്കിടയ്ക്ക് ഓൺ മോഡ്, ഇടയ്ക്കിടയ്ക്ക് ഓഫ് മോഡ്. നോമിനേഷൻ ഉണ്ടെങ്കിൽ ഒരു രീതി, ഇല്ലെങ്കിൽ ഒരു രീതി. പിന്നെ ഭയങ്കര പ്രൊവോക്കിംഗ് ആയിട്ടുള്ള രീതിയാണ്, ഭയങ്കര ഫേക്കുമാണ് സൗന്ദര്യ. അടുത്ത് ജാക്കലിനെ പറയാൻ കാരണം ഗെയിമിന് വേണ്ടി പലരെയും ഓവർ ഷാഡോ ചെയ്ത് നിൽക്കുന്നു. രഞ്ജിത്ത് പോകുന്നു. ആനന്ദിയുടെയും സൗന്ദര്യയുടെയും പേരാണ് പറയുന്നത്. ആനന്ദി അരുണിന്റെ ആ ഒരു ഫുഡ് കേസിലെ റിബൺ വലിച്ചൂരിയത് എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല. സൗന്ദര്യ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ഒരു പ്രശ്നത്തിനും വരുന്നില്ല എങ്കിലും വെറുപ്പ് ഉണ്ടാക്കാനായിട്ട് സൗന്ദര്യം നോക്കുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ ഞാൻ നോർമലായിട്ട് അങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് സൗന്ദര്യം സ്ഥാപിക്കാൻ നോക്കുന്നത്. അപ്പം മുത്തു പോകുന്നു. തർഷികയുടെയും പവിത്രയുടെയും പേര്. തർഷിക ഡയറക്റ്റ് അല്ലാതെ പിറകിൽ നിന്ന് കളിക്കുന്നുണ്ട്. പവിത്ര ഇത് ഒരു ഇമ്പ്രൂവ്മെന്റ് കൂടുതലായിട്ട് വരുന്നില്ല. സത്യ പോകുന്നു. സൗന്ദര്യയുടെയും ആനന്ദിയുടെയും പേര്. സൗന്ദര്യ ട്രബിൾ മേക്കർ ആണ്. ആനന്ദി സൈലന്റ് ആയിട്ട് എന്നൊരു സേഫ് കളിയാണ് കളിക്കുന്നത്. ശിവ പോകുന്നു. ആനന്ദിയുടെയും പവിത്രയുടെയും പേര്. ആനന്ദി മൈൻഡിൽ ഓരോ നേരത്ത് പേഴ്സണലായിട്ട് ചെയ്യുന്നു. പവിത്ര സത്യം കള്ളം എന്താണെന്ന് അറിയാതെ ബാക്കിയുള്ളവരെ കാണും പോലെയാണ് എന്നെയും ആ കണ്ണിലാണ് കാണുന്നത്. പിന്നെ ജഫ്രി സാജനയുടെ, അപ്പോൾ അടുത്ത് പോകുന്നു. ജഫ്രി സാജനയുടെയും പവിത്രയുടെയും പേര്. സാജന ചെയ്യാൻ പല കാര്യങ്ങളും ഇനിയും സാജന ഇല്ലെങ്കിൽ ആ ടീം നന്നായിരിക്കും. ചെയ്യാൻ പല കാര്യങ്ങളും എഫർട്ടായിട്ട് ചെയ്യുന്നില്ല. പിന്നെ പവിത്രയുടെ പേര് പറയാൻ കാരണം ഫുഡിൻ്റെ കേസിൽ മാത്രം പവിത്ര ആക്റ്റീവാണ്. നോ ടീം വർക്ക്, നോ ഇൻഡിവിജ്വൽ. റാണവ് പോകുന്നു. അൻഷിതയുടെയും ജാക്ലിൻ്റെയും പേര്. അൻഷിത വീക്കാണ്. ജാക്ലിൻ മോറൽ സയൻസ് ക്ലാസ്സിൽ പേഴ്സണലായിട്ട് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തു. അടുത്ത് ദീപക് പോകുന്നു. സാജനയുടെയും തർഷികയുടെയും പേര്. സാജന ഗെയിമിനെ സീരിയസ് ആയിട്ട് കാണുന്നില്ല, കിഡിഷ്നെസ് ആണ് ഇപ്പോഴും. തർഷിക എഫിഷ്യൻസി കുറഞ്ഞു വരുന്നുണ്ട്.
അരുൺ പോകുന്നു ജാക്കിലിന്റെയും സൗന്ദര്യയുടെയും പേര്. ജാക്കിലിന്റെ ഫ്രണ്ട്ഷിപ്പ് യൂസ് ചെയ്ത് ഗെയിം കളിക്കുന്നുണ്ട്. ഈവൻ സൗന്ദര്യയുടെയും സാജനയുടെയും കൂടെ കൂടി. സൗന്ദര്യയുടെ പേരാണ് നെക്സ്റ്റ് പറയുന്നത്. ടാസ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രൊവോക്കിംഗ് ആറ്റിറ്റ്യൂഡ് കാരണം നമുക്ക് ഒന്നുമേ ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത് ജാക്ലിൻ, അരുണിന്റെയും വിശാലിന്റെയും പേര്. അരുൺ വൺ വേ സ്പീച്ചാണ്. അരുൺ ഒന്നിനും സമ്മതിക്കുന്നില്ല, കാര്യങ്ങളെ വളച്ചൊടിക്കുന്നു. വിശാലിന്റെ പേര് പറയാൻ കാരണം വിശാൽ സേഫ് ആയിട്ടെന്ന് വേണ്ടിടത്ത് മാത്രം സംസാരിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടുകയാണ്. സാജന പോകുന്നു ശിവയുടെയും റയാന്റെയും പേര്. ശിവ ഗുഡ് ബുക്കിൽ കയറാൻ നോക്കുകയാണ്. റയാൻ ഗേൾസിനോട് നല്ലോണം മിങ്കിൾ ചെയ്ത് നോമിനേറ്റർ ഫ്രീ ആവാനായിട്ട് നോക്കുവാണ്. മഞ്ജരി പോകുന്നു റയാന്റെയും അരുണിന്റെയും പേര്. റയാൻ ഗേൾസിൻ്റെ ഇടയിൽ നിന്ന് സേഫായിട്ട് കളിക്കാൻ നോക്കുന്നു. അരുൺ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എടുക്കാതെ, സ്വന്തമായിട്ട് ചിന്തിക്കാതെ എന്തിനേയും ഒരുമാതിരി തകർത്തെറിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. സൗന്ദര്യ പോകുന്നു അരുണിന്റെയും റാണവിന്റെയും പേര്. അരുൺ ഫ്രണ്ട്ഷിപ്പ് വിശാലിന് മാത്രം ഫേവർ ചെയ്യുന്നു, ബാക്കിയുള്ളവരൊക്കെ ട്രിഗർ ചെയ്യുന്നുണ്ട്. റാണവിന്റെ പേര് പറയാൻ കാരണം റാണവിന് ഒന്നുമേ ഈ വീട്ടിൽ മനസ്സിലാവുന്നില്ല. ആനന്ദി പോകുന്നു ദീപകിന്റെയും റയാന്റെയും പേര്. ദീപക് എല്ലാവരെയും ഈക്വലായിട്ടല്ല ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. റയാൻ നാരോ പോലെ രണ്ടുപേരുടെ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പവിത്ര പോകുന്നു വിശാലിന്റെയും സത്യയുടെയും പേര്. വിശാല് ദേഷ്യമായാലും അതെല്ലാം ഫൺ രീതിയിൽ പറയും, ആർക്കും ഫീൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സേഫ് കളിയാണ്. സത്യ ഒരു എഫർട്ട് അങ്ങോട്ട് എടുക്കുന്നില്ല. ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ എടുത്തുന്ന എഫോർട്ടൊന്നും ഇപ്പം എടുക്കുന്നില്ല. വർഷിണി പോകുന്നു ശിവയുടെയും റാണവിൻ്റെയും പേര്. ശിവ സ്വീറ്റ് പോലെയാണ് സംസാരിക്കുന്നത്, മിണ്ടാതിരിക്കുകയാണ്. റാണവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് റാണവിന് അറിയില്ല. ചില ടാസ്ക് കൊടുക്കുമ്പോൾ ഓവർ ഡൂ ആണ് റാണവ് കാണിക്കുന്നത്. തർഷിക പോകുന്നു ശിവയുടെയും രഞ്ജിത്തിൻ്റെയും പേരാണ്. ശിവ ഡിസിഷനിന് ഒട്ടും സ്ട്രോങ് അല്ല. രഞ്ജിത്ത് ഇൻട്രസ്റ്റിംഗ് കുറഞ്ഞു വരുന്നുണ്ട്. ഇത്രയാണ് ഫുൾ നോമിനേഷൻസ്. സൗന്ദര്യയ്ക്ക് 4 വോട്ട്, ജാക്കിലിന് 3 വോട്ട്, ആനന്ദിക്ക് 3 വോട്ട്, തർഷികയ്ക്ക് 2 വോട്ട്, പവിത്രയ്ക്ക് 3 വോട്ട്, സാചനയ്ക്ക് 2 വോട്ട്, അൻഷിതയ്ക്ക് 1 വോട്ട്, അരുണിന് 3 വോട്ട്, വിശാലിന് 2 വോട്ട്, ശിവയ്ക്ക് 3 വോട്ട്, റയാന് 3 വോട്ട്, റാണവിന് 2 വോട്ട്, ദീപക്കിന് 1 വോട്ട്, സത്യയ്ക്ക് 1 വോട്ട്, രഞ്ജിത്തിന് 1 വോട്ട്. ഇതാണ് ടോട്ടൽ വോട്ട്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇതിനകത്ത് ഇനി നോമിനേഷനിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വോട്ടുകൾ കിട്ടിയ അൻഷിത, ദീപക്, സത്യ, രഞ്ജിത്ത് ഇവർ 4 പേരും ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആയിട്ടുണ്ട്. മുത്തു ഡയറക്റ്റ് നോമിനേറ്റഡ്, വർഷിണി ഡയറക്റ്റ് നോമിനേറ്റഡ്. ഇനി നോമിനേഷൻ ലിസ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ടോട്ടൽ നോമിനേഷൻ ലിസ്റ്റ്: മുത്തു, വർഷിണി, റയാൻ, റാണവ്, ശിവ, ജാക്ലിൻ, ആനന്ദി, വിശാൽ, പവിത്ര, സാജന, സൗന്ദര്യ, അരുൺ, തർഷിക. അങ്ങനെ ടോട്ടൽ 13 പേരാണ് ഈ ആഴ്ചയും നോമിനേറ്റഡ്. 6 ബോയ്സും 7 ഗേൾസും. അൻഷിത, രഞ്ജിത്ത്, ദീപക്, സത്യ ഇവർക്ക് 4 പേർക്കും ഓരോ വോട്ട് വീതം കിട്ടിയത് കൊണ്ട് ഇവർ സേഫ് ആയി പോയി. ജഫ്രിയുടെ പേര് ആരുമേ പറഞ്ഞില്ല. ക്യാപ്റ്റൻ മഞ്ജരി ഫ്രീ ആണ്, അറിയാമല്ലോ. അതിനുശേഷമാണ് ഷോപ്പിംഗ് ടാസ്ക് വരുന്നത്. ഷോപ്പിംഗ് ടാസ്കിൽ ഒന്നുണ്ട് ഒന്നവിടെ എന്നുള്ളതാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ ഗാർഡൻ ഏരിയയിൽ 6 പെഡസ്റ്റൽസ് ഉണ്ടാവും. ആ 6 പെഡസ്റ്റൽസിലും പഴങ്ങൾ വെച്ചിട്ടുണ്ടാവും. ബനാന പഴം വെച്ചിട്ടുണ്ടാവും. കുറേ പഴം ഉണ്ടാവും. ഓപ്പോസിറ്റ് ആയിട്ട് 6 കസേരകളും ഉണ്ടാവും. ഈ കസേരകളിൽ ആണുങ്ങളുടെ ടീമിൽ നിന്ന് 3 പേര് പോയി ആ കസേരയിൽ ഇരിക്കണം. പെണ്ണുങ്ങളുടെ ടീമിൽ നിന്ന് 3 പേര് പോയി ആ കസേരയിൽ ഇരിക്കണം. ഒരാണ് ഒരു പെണ്ണ് അങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം മാത്രമല്ല, എന്താണ് ഇവര് കണ്ണ് കെട്ടിയിരിക്കണം. ആ ഇരിക്കുന്ന ആൾക്കാർ കണ്ണ് കെട്ടിയിരിക്കണം. ആ കസേരയിൽ ഇരിക്കുന്ന ആൾക്കാർ കണ്ണ് കെട്ടിയിരിക്കണം. ഇതേ സമയം പെഡസ്റ്റലിൽ അവിടെയും 6 പേര് നിൽക്കണം. 3 പേര് ബോയ്സും 3 പേര് ഗേൾസും. പെഡസ്റ്റല്ല, പഴത്തിന്റെ അവിടെയും 6 പേര് നിൽക്കണം. അവരും കണ്ണ് കെട്ടിയിരിക്കണം. വേറൊന്നുമല്ല, ബസർ അടിക്കുന്ന സമയത്ത് ഇവരൊരു പഴം എടുക്കണം. ഈ പഴം ഉരിച്ചുകൊണ്ട് പോയി ഒരു കൈ ഇങ്ങനെ പിറകിൽ കെട്ടിക്കൊണ്ട് പഴം ഉരിച്ചു കൊണ്ടുപോയി ഓപ്പോസിറ്റ് അപ്പം 6 പേര് അവിടെ വരിയായി ഇരിക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് തൊടാൻ പാടില്ല. അവരാണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ പാടാതെ അവർക്ക് ആ പഴം ഫുള്ളാ കൊടുക്കണം. ഒരു പഴം ഫുൾ അവരെ കൊണ്ട് തീറ്റിച്ചു കഴിഞ്ഞാൽ 1000 കറൻസി. തിരിച്ചു വരിക, എന്നിട്ട് വീണ്ടും പഴം എടുത്തുകൊണ്ട് പോവുക, തീറ്റിക്കുക. അപ്പൊ ഇവർക്ക് അറിയാൻ പറ്റത്തില്ല. അതായത് ഇവരുടെ ടീം അപ്പൊ ഇപ്പം ബോയ്സ് ആണ് പഴം കഴിക്കുന്നതെങ്കിൽ ബോയ്സിന് ആര് പഴം കൊടുക്കുന്നു എന്നുള്ളതല്ല, ആരാണോ പഴം കഴിക്കുന്നത് അവരുടെ ടീമിന് 1000 പോയിന്റ് വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. മൊത്തം പഴവും കഴിക്കണം. അതാണ് ടാസ്ക്. അപ്പം എത്ര കറൻസി, എത്ര പഴം കഴിക്കുന്നു അത്രയും കറൻസി നിങ്ങൾക്ക് കിട്ടും. ആ കറൻസിക്കാണ് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാനുള്ളത്. വളരെ സൂപ്പർ ടാസ്ക് ആണ് കേട്ടോ, വളരെ സൂപ്പർ ടാസ്ക് ആണ്. അങ്ങനെ അതിനകത്ത് നിന്ന് നമ്മുടെ ജഫ്രി, ദീപക്, അരുൺ ഇവരാണ് ആണുങ്ങളുടെ ടീമിൽ നിന്നും ആഹാരം കൊണ്ടുപോകുന്നത്. കണ്ണും കെട്ടിക്കൊണ്ട് ആഹാരം കൊണ്ടുപോകുന്ന, പഴം ഉരിച്ചുകൊണ്ട് പോകുന്ന ഇവരാണ്. ആണുങ്ങളുടെ ടീമിൽ നിന്നും കഴിക്കാനിരിക്കുന്നത് വിശാല്, ശിവ, മുത്തു ഇവർ 3 പേരാണ് ആണുങ്ങളുടെ ടീമിൽ നിന്നും കഴിക്കാതിരിക്കുന്നത്. പെണ്ണുങ്ങളുടെ ടീമിൽ നിന്നും
പെണ്ണുങ്ങളുടെ ടീമിൽ നിന്നും പഴം കൊണ്ടുപോകുന്നത് സൗന്ദര്യ, അൻഷിത, ജാക്ലിൻ, ഇവര് 3 പേരുമാണ്. പക്ഷെ അവരവിടെ ബുദ്ധിയോടെ കളിച്ചു. കാരണം സത്യയും വർഷിണിയും തർഷികയും കൂടെ എന്ത് ചെയ്തു, പഴം കഴിക്കാനിരുത്തി. കാരണം സത്യ ആണാണല്ലോ. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ചിലർക്ക് മനസ്സിലാവുമോ ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ ഇത് ആണാണോ പെണ്ണാണോ. അപ്പോൾ സത്യ അവിടെ ഒരു ആണായിട്ട് ഇരുത്തി കഴിഞ്ഞാൽ ആണുങ്ങളുടെ ടീമിലുള്ള ഒരാൾ വന്ന് ചിലപ്പം എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കൊണ്ടൊരാൾക്ക് പഴം കൊടുക്കുകയാണ്, അപ്പോൾ എനിക്ക് പെണ്ണാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്തെത്തുമ്പോൾ പെട്ടെന്ന് ഞാൻ മാറിയാൽ, അപ്പോൾ സത്യമാണെങ്കിൽ നമ്മൾ ആണുങ്ങളുടെ ടീമിൽ ആരാണെന്ന് പറഞ്ഞ് എങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ബുദ്ധിപരമായിട്ട് കളിച്ചതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അങ്ങനെ പഴമെല്ലാം കൊടുത്തു കഴിഞ്ഞ് അവസാനം ആണുങ്ങൾ 9 പഴം ടോട്ടൽ തിന്നിട്ടുണ്ട്. അതായത് 9,000 പോയിന്റ് അവർക്ക്. പെണ്ണുങ്ങൾ 11 പഴം തിന്ന് പെണ്ണുങ്ങൾക്ക് 11,000 പോയിന്റ് കിട്ടുന്നു. ആർക്കൊക്കെ വേണം ഷോപ്പിങ്ങിന് പോകാൻ സ്വന്തമായിട്ട് തീരുമാനിക്കാൻ ബിഗ് ബോസ് പറയുകയാണ്. ജാക്ലിൻ, സാജന, അൻഷിത പെണ്ണുങ്ങളുടെ ടീമിൽ നിന്നും, മുത്തു, ദീപക്, വിശാൽ ആണുങ്ങളുടെ ടീമിൽ നിന്നും ഷോപ്പിങ്ങിന് പോവാണ്. ഇനി ആക്ടിവിറ്റി ഏരിയയിൽ ഷോപ്പിംഗ് തുടങ്ങുന്നതിന് മുന്നേ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഷോപ്പിംഗ് ചെയ്ത് നിങ്ങൾ തീർന്നിട്ട് മാത്രമേ ഞാൻ ബസ്സിലടിക്കുള്ളൂ, ഓക്കെ എന്ന് പറയാണ്. അപ്പം ഇവർ ഷോപ്പ് ചെയ്യുന്നു, ഇഷ്ടം പോലെ കണ്ടതും കടിയതും മറ്റതും മറിച്ചതും ഇഷ്ടം പോലെ വാങ്ങിക്കുകയാണ്. പെണ്ണുങ്ങളുടെ ടീമിന് പറ്റുന്നൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കണക്ക് കൂട്ടാൻ നിൽക്കാതെ സാജനയും ജാക്കലിനും അൻഷിതയും 3 കൂടി, ജാക്കലിനും കുറച്ചൊക്കെ നോക്കുന്നുണ്ട്, എന്നാലും 3 പേരും കയറി പർച്ചേസ് ചെയ്ത് വാരി പറക്കി എടുക്കുകയാണ്. ഇവരുടെ വിചാരം എന്താണ്, ആവശ്യമുള്ളത് മൊത്തം വാരി പറക്കി എടുത്തിട്ട് ലാസ്റ്റ് കണക്ക് കൂട്ടാം. കാരണം ബിഗ് ബോസ് സമയം തന്നല്ലോ, 11,000 പോയിന്റ് ഉണ്ട്, 9,000 പോയിന്റ് ഉണ്ട്, അപ്പം അത് തന്നല്ലോ, അപ്പം ആവശ്യത്തിന് നമുക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ളതിന് വെച്ച്. പക്ഷേ ഇതേ സമയം ആണുങ്ങൾ എന്ത് ചെയ്തു, മുത്തും അവിടെ ഇരുന്ന് എഴുതി കൂട്ടുന്നുണ്ട്, പയ്യെ എഴുതി കൂട്ടുന്നുണ്ട്. ഇവരെന്ത് ചെയ്യുന്നു, മൊത്തം സാധനം പോയി പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് ബക്കറ്റിൽ ഇട്ടിട്ട് അടുത്ത് കൂട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുമ്പോൾ ബിഗ് ബോസ് പറയാണ്, നിങ്ങളടുത്ത് പർച്ചേസ് ചെയ്ത് തീർന്നിട്ട് വരുമ്പോൾ ഞാൻ ബെല്ലടിക്കും എന്ന് പറഞ്ഞല്ലോ, ബെല്ലടിക്കാൻ പോവുകയാണ്, ബില്ല് ചെയ്യാൻ ഞാൻ അവിടെ ടൈം തരത്തില്ല എന്ന് പറഞ്ഞാൽ ഇവർ ബുദ്ധിപരമായിട്ട് ഇവർക്ക് ചെയ്യായിരുന്നു. എങ്ങനെ, എടാ 10 രൂപ ഒരാൾക്ക് ഇന്ന് കറക്റ്റ് സമാധാനമായിട്ട് കൂട്ടാമായിരുന്നു. ഇത് രണ്ടും കൂടെ ഒരേ ടൈം കൊണ്ടുപോകാമായിരുന്നു. മൊത്തം ഷോപ്പിങ്ങും ചെയ്തിട്ട് രണ്ടാമത് വന്നപ്പോഴാണ് ബിഗ് ബോസിന് കലിയേറിയത്. അപ്പം ബിഗ് ബോസ് എന്ത് ചെയ്തു, വെച്ചിട്ട് പോകാൻ പറഞ്ഞു, ബസർ അടിച്ചു. അവസാനം ഷോപ്പിങ്ങിന് നോക്കുമ്പോഴാണ് അതിനകത്ത് 6 ജാം എല്ലാം കിടക്കുന്നു, 6 ജാം. അപ്പം ആനന്ദി, ശിവ, റാണവ്, ഇനിയാണ് ഒരു ഇഷ്യൂ. ശിവ പറയുകയാണ് ആനന്ദിയുടെ അടുത്ത്, ഇവിടുത്തെ ദീപകിന്റെ സ്വഭാവം എനിക്ക് പിടിക്കുന്നില്ല, ഭയങ്കര കമൻ്റാണ്, ഭയങ്കര ഓർഡറാണ്, ഇവിടെ ദോശ ചുടാൻ നേരത്ത് ഇന്ന് രാവിലെ ഒരു വിഷയം പറഞ്ഞു. പിന്നെ ഭയങ്കരമായിട്ട് ഓരോരോ കാര്യങ്ങൾ റൂളിംഗ് ആണ് ചെയ്യുന്നത്. ഇവിടെ ആണുങ്ങളായിട്ടുള്ള ആരുടെ അടുത്തും വിശാലിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു, അവർ ആദ്യമൊക്കെ കേട്ടിരുന്നു, ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് ഇപ്പം 6,000 പോയിന്റ് അയാൾ എടുത്തു, ഞാൻ 3,500 പോയിന്റാണ് എടുത്തത്. എന്നിട്ട് എൻ്റെ പെട്ടിക്കകത്ത് കൊണ്ടിട്ടു. കാരണം എനിക്ക് പഴി കേൾക്കാൻ വേണ്ടിയിട്ടാണ്, വല്ല പ്രശ്നം പറഞ്ഞെങ്കിൽ ഇനിയിപ്പോൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ എല്ലാം കൂടി പോകണമെങ്കിൽ എനിക്ക് പ്രശ്നം വരട്ടെ എന്ന് കരുതിക്കൊണ്ട് എൻ്റെ ബാസ്ക്കറ്റിൽ കൊണ്ട് അയാൾ ഇട്ടു എന്ന് പറയുകയാണ്. ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിക്കുന്നു, ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ ഷോപ്പിംഗ് ചെയ്ത് തീർന്നിട്ടേ ബസ്സിലടിക്കുള്ളൂ എന്ന് പറഞ്ഞതാണല്ലോ. ഷോപ്പിംഗ് ചെയ്ത് തീർന്നത് ഞാൻ ബസ്സിലടിച്ചു. ആണുങ്ങൾ 9,000 പകരം 9,180 പർച്ചേസ് ചെയ്തത്. പെണ്ണുങ്ങൾ 11,000 പകരം 12,040 പർച്ചേസ് ചെയ്തു. അപ്പോൾ 250 കൂടുകയാണെങ്കിൽ എന്താണ്, 25% കട്ടാവുന്നുണ്ട്. അപ്പോൾ ആണുങ്ങൾക്ക് 250 കൂടുതൽ കൂടിയില്ല, അവർക്ക് 9,180 ആയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരുടെ സാധനം മൊത്തം കൊടുക്കാമെന്ന് പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് ഞാൻ അയച്ചു തരും, വല്ല കാര്യം ഉണ്ടായിരുന്ന 11,000 രൂപയ്ക്ക് എല്ലാ സാധനവും അവരെടുത്തു. എല്ലാ സാധനവും എടുത്തിട്ട് അവസാനം ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഞാൻ അയച്ചു തരും. പിന്നെ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞായിരുന്നു ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണം എന്നുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ഗേൾസ്, എന്നിട്ട് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട്, ഗേൾസ് ജാം മാത്രം 6 ബോട്ടിൽ എടുത്തു. 6 ബോട്ടിൽ, കാരണം ഒരു സാധനം നമുക്ക് കിട്ടുമ്പോൾ ആവശ്യത്തിനുള്ളത് എടുക്കണം. 6 ബോട്ടിലൊക്കെ നിങ്ങൾ എടുത്ത് നിങ്ങൾ കളിക്കുമായിരുന്നു. ബിഗ് ബോസ് ഇങ്ങനെ, നിങ്ങൾ കിഡിങ് ഈസ് ജസ്റ്റ് കിഡിങ് എന്നിങ്ങനെ ചോദിക്കുന്നത്, നിങ്ങൾ കളിക്കുമായിരുന്നോ? അപ്പം മഞ്ചരി ഇതെല്ലാം കഴിഞ്ഞ്, മഞ്ചരി ക്യാപ്റ്റനാണ്. മഞ്ചരി എന്ന് പറയുന്നത് നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്. അപ്പോൾ ആ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്ത് വരണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ ഒരാഴ്ച ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പിന്നെ ആഹാരം കൊടുക്കുമ്പോൾ എനിക്ക് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും റേഷൻ കൊടുക്കുക, സാധനം കൊടുത്ത പോലെ ഒന്നും കൊടുക്കരുത്. പിന്നെ ആഹാരം പ്ലേറ്റിൽ എടുക്കുന്ന ഓരോരുത്തർ കൊടുക്കുന്ന അവരവരുടെ ഇഷ്ടമാണ്, ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നു. അൻഷിതയും വർഷണിയും കൂടെ ഇരുന്ന് ലിസ്റ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇത്ര സാധനം കൂടി, ഇത്ര കൂടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മഞ്ചരി ഇതേസമയം ജാക്കലിനെ പറയാണ്, സാജന പോയത് നല്ലതല്ല എന്ന് നിനക്ക് അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ നീ ആദ്യമേ അത് പറയണമായിരുന്നു ജാക്കലിൻ. അപ്പോൾ സാജന കേട്ടിട്ട്, വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു ചേച്ചി, ആരാണ് പോകുന്നത് എന്നുള്ളതിന് ഓരോ ഓപ്ഷൻ ഇല്ല. അപ്പോൾ മഞ്ചരി, അതങ്ങനെ പറയാൻ പറ്റും, എന്തുകൊണ്ട് ഓപ്ഷൻ ഇല്ല, നീ പോയില്ലെങ്കിൽ എന്താ അവിടെ വേറെ ആരും ഷോപ്പിങ്ങിന് പോകില്ലേ, പോവാമായിരുന്നല്ലോ. അപ്പം ഇത് നമ്മൾ കഴിവ് തെളിയിക്കാനുള്ള ടാസ്ക് അല്ല, ഇത് ടാസ്ക് അല്ല, നമുക്ക് ആഹാരം കഴിക്കാനുള്ളതാണ്. അപ്പോൾ അൻഷിത അങ്ങോട്ട് വന്നിട്ട്, ഇനി നമ്മൾ ഈ നടന്നു പോയ പ്രശ്നം ഇവിടെ പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. ഞാനൊരു കാര്യം പറയാം, ബ്രെഡ്, അത്രമാത്രം ബ്രെഡ് എടുക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ബ്രെഡ് ഇഷ്ടം പോലെ വാരി എടുത്തിട്ടുണ്ട്, ആരുടെ പേരെന്തെന്ന് അൻഷിത പറയുന്നില്ല. ജാം ഇഷ്ടം പോലെ, ജാം ഇപ്പോൾ 6 പാക്കറ്റ് ഉണ്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞു, അതിൻ്റെ ആവശ്യം എന്താണ്? ഞാൻ 2 എടുത്തു. അപ്പോൾ സാജന അവിടെ എത്ര എടുത്തു എന്നുള്ള കാര്യം എനിക്ക്, അപ്പോൾ അക്ക ഞാനും ഒന്നേ എടുത്തോളൂ. അക്ക പറയാണ്, ഇവിടെ ഞാൻ പല തവണയും കണ്ടിട്ടുണ്ട് ഈ വീട്ടിൽ
ആരുടെ പേരെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരു ബ്രെഡിൽ ഇങ്ങനെയാണ് ജാം പുരട്ടി നിറച്ച് വാരിയാണ് തിന്നുന്നത്. അപ്പം നമ്മൾ ഈ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വയറ് നിറയുന്നവരെ അവർ കഴിച്ചോട്ടെ. ഒരു കുട്ട ജാമ് വാരി അടിക്കുന്നതിൻ്റെ കാര്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ആവശ്യമില്ലാത്ത നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ആയത്. അനാവശ്യം കാണിച്ചതുകൊണ്ടാണ്. നമുക്ക് ആവശ്യത്തിലുള്ള സാധനം നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ നമുക്കിത് പോകില്ലായിരുന്നു. സാജന, നിന്നോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ജാമിൻ്റെ കേസായാലും നീ പഞ്ചസാരയൊക്കെ നീ കൂടുതലിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് പറയുമായിരുന്നു. അതിപ്പം ഈ കാര്യത്തിൽ മാത്രമല്ല, അതോടൊപ്പം തന്നെ നിൻ്റെ ഹെൽത്തിനും അത് നല്ലതല്ല, അത്രയും പഞ്ചസാര ഇട്ട് കഴിക്കരുത് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അൻഷിത പോവാണ്. അൻഷിത പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അൻഷിത സാജനെ കുറ്റം പറഞ്ഞിട്ടോ ജാക്കിറിനെ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമല്ല. പറ്റിയത് 3 പേരുടെ ഈക്വലായിട്ട് എടുക്കുക, അതേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അങ്ങോട്ടും കൂടെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പം അൻഷിത പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സാജനക്കിട്ട് ഒരു കുത്തു വെച്ചത് കണക്കാണ്. പക്ഷേ പറ്റിയത് 3 പേരുടെ ആയിട്ട് എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. സൗന്ദര്യം തർഷികയോട് ഒരറ്റത്തുനിന്ന് സംസാരിക്കുന്നു. അപ്പോൾ സാജന വന്നിട്ട് നിങ്ങൾ എന്നെ പറ്റിയാണോ സംസാരിക്കുന്നത്? അപ്പോൾ തർഷിക ഇല്ലടാ, നോർമൽ ടോക്ക്. അപ്പോൾ സാജന പറയുന്നു, എന്നെ കുറ്റപ്പെടുത്തുന്നവരോട് ഇവളെ പറഞ്ഞയക്കണ്ടായിരുന്നു എന്ന് പറയുന്നവർ നെക്സ്റ്റ് ടൈം പോട്ടെ. ഞാനല്ല ആ ജാം എടുത്തത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ജാം, ഷുഗർ ഇതെല്ലാം എടുക്കാൻ പറഞ്ഞത് എൻ്റെ അടുത്താണ്. അപ്പം ഞാൻ 2 വെച്ച് എടുത്തോളൂ. എന്തിനാണ് അൻഷിതാക്കായും കൂടെ ഇത് എടുത്തുകൊണ്ട് വന്നത്? അപ്പോൾ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇപ്പോൾ കൂടിയത്. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ എല്ലാം കൂടെ ഞാൻ എന്താണ് ചെയ്തതിന് മാത്രം എന്താണ് ഞാൻ ചെയ്തത്? അൻഷിത എന്തിനാണ് എടുത്തത് എന്നെല്ലാം ചോദിച്ചാൽ അവിടെ ഒരു സ്വന്തമായിട്ട് സാഹചര്യ പറയുമ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഒരാൾ അപ്പുറത്തോട്ടുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. അവരതിപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ ഇത് ഉപ്പ്, പഞ്ചസാര, അതുപോലത്തെ ഈ ചേരുവകളെല്ലാം എടുക്കണമെന്ന് പറയുന്നത്. പെട്ടെന്ന് ബിഗ് ബോസ് ആവശ്യം പോലെ സമയം തരുമ്പോൾ ആരായാലും അത് എടുത്തു പോകാം. അത് ആ ഉപ്പിരിക്കുന്നത് എടുത്തോണ്ട് വരും. പക്ഷെ അത് പോയിന്റ് ഇങ്ങനെ കൂടുന്ന ആരും അറിയുന്നില്ല. അപ്പോൾ സാജനയ്ക്ക് അൻഷിതയ്ക്ക് സാജനയോ, ഇവർക്ക് 2 പേർക്കും ജാക്കിലിനെയോ അവർക്ക് തിരിച്ചോ ഒന്നും മറുപടി പറയാൻ പറ്റത്തില്ല. കിട്ടിയത് എന്തായാലും അനുഭവിക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനെ സാജന കരയുവാണ്. കുറച്ച് കഴിഞ്ഞ് ജാക്കലിൻ റയാൻ്റെ അടുത്ത് പറയുന്നത്, എടാ ഇവിടെ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുമോ? ആരും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ആരും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ സാജന എന്തിനാണ് എടുത്ത് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന എല്ലാവരും എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് തീരുന്നത്. എപ്പിസോഡ് നല്ല താമസിച്ചാണ് നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ വന്നത്. അതാണ് ഞാനും ഇത്രയും താമസിച്ചത് റിവ്യൂ ചെയ്യാൻ. അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം, അപ്ഡേറ്റോട്ട് വരാം. അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.